എബ്രഹീമിന്റെ വിഷയങ്ങളാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. അതില് എബ്രഹീമിന്റെ പിള്ളേര് വഴിവിട്ട് ജീവിച്ചു. ആ ഭാഗമാണ് നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. എബ്രഹീമിന്റെ തലമുറകൾ മോഷ്ടാക്കളായി തീർന്നു. ദൈവത്തിന്റെ ഭാഗത്ത് കുഞ്ഞുങ്ങളെ ശിക്ഷണത്തിൽ വളർത്തിയില്ല, ശാസിച്ച് അമർത്തിയില്ല. അവരെ പത്യോപദേശത്തിൽ എബ്രഹീം വളർത്തിയില്ല. മറ്റു മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം മാറ്റി നിർത്തിയേച്ച് 10 ഇരട്ടി അനുഗ്രഹമായ എബ്രഹീമിന് ദൈവം കൊടുത്തത്. മനുഷ്യയുടെ 1000 എബ്രഹീമിന്റെ 10,000 എന്ന ആവർത്തനം 33 പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശ ഗോത്ര സമുച്ചയങ്ങളെ ഭാവികാലം സംബന്ധിച്ച് പറഞ്ഞു വരുമ്പോൾ അനുഗ്രഹിച്ച അനുഗ്രഹ വചസ്സുകൾ. മനുഷ്യയുടെ 1000 എബ്രഹീമിന്റെ 10,000. അപ്പോൾ നമ്മൾ ചിന്തിച്ചു വന്നത് ജ്യേഷ്ഠാവകാശം രൂപേനുള്ളതാണ്. അവൻ വഴിവിട്ട് പോയത് കൊണ്ട് അവന്റെ ജ്യേഷ്ഠാവകാശം എടുത്ത് ആർക്ക് കൊടുത്തു? യോസേഫിന് കൊടുത്തു. യോസേഫിൽ നിന്ന് അതെടുത്ത് ആർക്ക് കൊടുത്തു? ശ്രദ്ധിക്കുന്നില്ല. ജ്യേഷ്ഠാവകാശം രൂപേനുള്ളതാണ്. അത് രൂപേന്റെ ജ്യേഷ്ഠാവകാശം എടുത്ത് ആർക്ക് കൊടുത്തു? യോസേഫിന് കൊടുത്തു. യോസേഫിൽ നിന്ന് അതെടുത്ത് യോസേഫിന്റെ മക്കൾക്ക് കൊടുത്തു. ജ്യേഷ്ഠാവകാശം എടുത്ത് യോസേഫിന് കൊടുത്തു. യോസേഫിൽ നിന്ന് അതെടുത്ത് യോസേഫിന്റെ മക്കൾക്ക് കൊടുത്തു. ആ മക്കളിൽ ആർക്ക് കൊടുത്തു? എബ്രഹീമിന് കൊടുത്തു. അപ്പോൾ എല്ലാ മക്കളും കൊച്ചുമക്കളും മരുമക്കളും കുടുംബാംഗങ്ങളെല്ലാം നോക്കി നിൽക്കുക. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച എന്റെ ശൈലിയില പറഞ്ഞത്, കുടുംബക്കാരെല്ലാം നോക്കി നിൽക്കുക, കുടുംബത്തിൽ പറക്കാത്തവന് കൊടുത്തു. ഈ ആത്മീക ലോകത്തെ ചില ആൾക്കാർ പറയുന്നുണ്ട്, നമ്മളെല്ലാം കുടുംബത്തിൽ പറഞ്ഞതാ, അവരാരും കുടുംബത്തിൽ പിറക്കാത്തവരെന്നൊക്കെ ചില ഡയലോഗുകൾ ചില പൊട്ടന്മാര് പറയാറുണ്ട്. മട്ടനും പൊട്ടനും. നമ്മളെല്ലാം കുടുംബക്കാരാണ്. ഈ ലോകത്തിൽ മനുഷ്യനായിട്ട് ജനിച്ചവർക്കെല്ലാം കുടുംബമുണ്ട്. എല്ലാവരും കുടുംബക്കാരാ. പിന്നെ ചിലർക്ക് ഇച്ചിരി കാശുണ്ട്, ചിലർക്ക് വിദ്യാഭ്യാസമുണ്ട്. അതവരുടെ ജീവിത നിലവാരവും സാഹചര്യവും ഒക്കെ കൊണ്ട് സംഭവിച്ചതാണ്. സ്തോത്രം. നമുക്ക് വിദ്യാഭ്യാസം കിട്ടാഞ്ഞത് ഗവൺമെന്റിന്റെ കുഴപ്പം കൊണ്ടോ മാതാപിതാക്കളുടെ കുഴപ്പം കൊണ്ടല്ല. നമുക്ക് പഠിക്കാൻ താല്പര്യം ഇല്ലായിരുന്നു. നമ്മൾ പറഞ്ഞ അതിലെല്ലാം നടന്നു. കുട്ടനാട്ടിൽ അന്നേ വള്ളം തുടങ്ങി അതിലെല്ലാം ആർപ്പോ ഇറുവോ വെച്ച് അതിലെല്ലാം പണ്ടേ കൊണ്ടാണെന്ന്. അപ്പം സാഹചര്യമുള്ളവർ നന്നായിട്ട് പഠിച്ചു. അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യയുടെ പ്രഥമ പൗരനായിട്ട് ഔദ്യോഗിക ചുമതല വഹിച്ചയാളാണ് മൺമറഞ്ഞ KR നാരായണൻ അവർ. ഉഴവൂരിൽ നിന്ന് നടന്ന് CMS കോളേജ് വന്നാണ് പഠിച്ചത്. നമ്മുടെ സ്കൂളിന്റെ അടുത്താ താമസിച്ചത്. കയ്യാല ചാടിയ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ കയറുക, പല്ലിക്കൊന്ന് അങ്ങോട്ട് കയറുകയല്ല. അപ്പൊ ഉഴവൂരിൽ നിന്ന് അദ്ദേഹം നടന്ന് വന്ന CMS കോളേജിൽ. ഉച്ചയ്ക്ക് ഭക്ഷണം പോലും ചിലപ്പോൾ ഇല്ലായിരുന്നു. അടുത്ത വീട്ടിൽ അതൊക്കെ അദ്ദേഹം പ്രഥമ പൗരനായിട്ട് അവരെന്ന് കാണുകയൊക്കെ ചെയ്തു. നമ്മൾ പത്രത്തിലൊക്കെ വായിച്ച് മനസ്സിലാക്കി. സ്തോത്രം. ഇപ്പോൾ പ്രഥമ വനിതയായിട്ട് പേപ്പർ വായിച്ചപ്പോ കണ്ടല്ലോ, കറുപ്പിലല്ല കാര്യം. ജാതി പറഞ്ഞത് തെറ്റാ, അത് പറയരുത്. പിന്നെ ഇന്ത്യയുടെ രീതി പല ജാതികളും ഭാഷക്കാരും വംശക്കാരും എന്നൊക്കെ വായ്പുള്ളത് കൊണ്ട് ഞാനങ്ങ് പറയാ, അത് തെറ്റാ. ചെല്ലി പറയാനുണ്ട്, ഞാൻ കറുത്തതായി പോയത് കൊണ്ടാ നിനക്ക് രക്ഷപ്പെടാൻ താല്പര്യമില്ല, അതിനാ നീ ഒഴികഴിവ് പറയുന്നത്. ഞാൻ ഈ കുടുംബത്തിൽ പെട്ടതായി എനിക്ക് വന്ന ഏറ്റവും വലിയ ചതിവ്. അതൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല. നീ ഈ കുടുംബത്തിൽ പിറക്കാനായിരുന്നു ദൈവത്തിന്റെ നിശ്ചയം. നീ ഇങ്ങനെ കറുത്തിരിക്കാനായിരുന്നു ദൈവത്തിന്റെ നിശ്ചയം. സ്തോത്രം. അതൊന്നും പറഞ്ഞ് തടി തപ്പരുത്. എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരും, പിന്നെ ആദ്യം നീ ഹെൽപ്പ് ചെയ്യുന്നവരെ വെറുപ്പിക്കും. സ്തോത്രം. അപ്പൊ ഇതൊക്കെ അവനെ തടി തപ്പി പോവുക. ഈ വേദപുസ്തകത്തിൽ സബ്ജക്റ്റ് വേറെയാ, പ്രയോഗം ഇങ്ങനെയുണ്ട്. സബ്ജക്റ്റ് വേറെയാ,
ഞാൻ ആ പദം എടുക്കാനാ. ഇങ്ങനെ രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ അതിലാക്കുവാൻ. അപ്പൊ ഇതിനൊരു താല്പര്യം വേണ്ടേ? രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ നമുക്കൊരു കാംക്ഷ വേണ്ടേ? അപ്പൊ ആഗ്രഹമുണ്ടെങ്കിൽ ആ നല്ല ആഗ്രഹത്തെ ദൈവം, അതിനുള്ള വഴി ദൈവം ഒരുക്കി തരും, അതിനുള്ള സാധ്യതകൾ ദൈവം. രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് കട്ടിലടി കയറിയിരുന്നാലോ? എനിക്ക് രക്ഷപ്പെടണം, കട്ടിലടി നിന്ന് വെളിയിലോട്ട് ഇറങ്ങുകയല്ല, മുഴുവൻ കട്ടക്കീടെ ആയിരിക്കും. അപ്പൊ നമുക്ക് കാംക്ഷയുണ്ടെങ്കിൽ ദൈവം അതിനുള്ള വഴി ഒരുക്കി തരും. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആരും പറഞ്ഞ് തടി തപ്പരുത്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. അപ്പൊ ഈ അവസരങ്ങൾ എപ്പോഴും കിട്ടത്തില്ല. കിട്ടുന്ന അവസരം കയറിപ്പോക്കോണോ? അത് ഞാനാന്നേലും നിങ്ങളാന്നേലും എപ്പോഴും വന്ന അവസരം കിട്ടുകയല്ല. അപ്പൊ ലഭിക്കുന്ന അവസരം നേരെ കയറി അങ്ങ് പൊക്കോണം. ഇടം വല്ല നോക്കരുത്. അയ്യോ, ഞാൻ അങ്ങനെ പോയാൽ അവരെന്നാ ചിന്തിക്കും, ഇവരെന്നാ പറയും, ഞാൻ സ്നാനപ്പെട്ട കുടുംബക്കാര് എന്തോ പറയും, അവര് പറയട്ടെ. ഞാനിപ്പം കര ഉയർത്തി കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചാൽ അയ്യോ എന്റെ സ്നേഹിതർ അവര് എന്നെ ചിന്തിക്കാതൊക്കെ ചിന്തിച്ചാൽ ആയിരിച്ച് രക്ഷപ്പെടുകയല്ല. ഞാൻ ഈ മാർഗത്തിൽ വന്നാൽ ഇനി എങ്ങനെ എന്റെ കാര്യങ്ങള് ഒന്ന് നീ എന്തിക്കണ്ട. സ്തോത്രം. ദൈവം അവസരങ്ങൾ തരുമ്പോൾ കേറിപ്പോക്കണം. അവിടെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ മറ്റ് കുടുംബക്കാരെയും എല്ലാവരും നോക്കി നിൽക്കുക. അന്യദേശത്ത് ജനിച്ച് ജീവിച്ച് അന്യ സ്ത്രീ എന്ന് പറഞ്ഞാൽ എബ്രായ സ്ത്രീ അല്ല, എബ്രാഹിമിന്റെ അമ്മ. അങ്ങനെ ജനിച്ച ഒരു സ്ത്രീയിൽ കൂടി ജനിച്ച ഇവനെ 10 ഇരട്ടി അനുഗ്രഹം ദൈവം കൊടുത്തു. മുടന്തും അപാകതയുണ്ടായിരുന്നു. അതൊന്നും ദൈവം ഇതൊന്നും നോക്കത്തില്ല. നമ്മളായി മനുഷ്യന്റെ ബലഹീനതയല്ല നോക്കി പേനയും പേപ്പറുമായിട്ട് ആ യോഗത്തിൽ നിൽക്കുന്നത്. അവർക്ക് എന്തെല്ലാം അപാകതയുണ്ട്, 1, 2 നമ്പർ ഇട്ടിരിക്കുക. പുള്ളിയുടെ ശബ്ദം എന്നാ അങ്ങെത്തിക്കുന്നേ? പുള്ളിക്ക് എന്നാ നീളക്കുറവ്? അവരുടെ വീട്ടിൽ എല്ലാവരും നീളമുണ്ടല്ലോ, പുള്ളിക്ക് മാത്രം എന്നാ നീളം കുറഞ്ഞത്? മാർക്കിടുന്നുണ്ടോ? സ്തോത്രം. പുള്ളിയുടെ വീട്ടില് എനിക്ക് വന്ന് പേരൻസുമായിട്ട് അത്ര നല്ല സ്വരച്ചേർച്ചയില്ലെന്നാ ഗൗതന വന്നവന് യോഗം കഴിഞ്ഞ് വീട്ടിൽ പോയാൽ പോരെ? ഇതെല്ലാം മാർക്കിടുക. അവര് തമ്മിൽ എന്തോ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം പുള്ളിക്കാരൻ നേരത്തെ വന്ന് പുള്ളിക്കാര് വന്ന് എന്തോ കുഴപ്പമുണ്ട്. ഗൗതന വന്ന കുരുക്കൊപ്പിക്കുന്നത്. അവരുടെ കാര്യം എങ്ങനെ നടക്കുന്നേ? നിന്നോട് വന്ന് ചോദിച്ചോല്ലോ? നിന്റെ മാപ്പിളയോട് വല്ലതും വന്ന് ചോദിച്ചോ? കുഞ്ഞമ്മ ജോർജ് കൊണ്ട് പറഞ്ഞ എന്തേലും ഞങ്ങൾക്കൂടെ കുരുക്കാണ്. ഈ കുരുക്കുകാരും രക്ഷപ്പെടുകയല്ല. സ്തോത്രം. ഇങ്ങനെ ഈ ചിന്താഭാരമാണ്. സ്തോത്രം. പുള്ളി വീട് പണിയുന്നുണ്ട്, എങ്ങനെയാണെന്നുള്ളതാണ്. പ്രാർത്ഥിക്കുന്നതിന് പ്രാർത്ഥിച്ചു വീട്ടിൽ പോയാൽ പോരെ? ഇവിടെ ഒരു വണ്ടി നോക്കുന്ന കണ്ട് എന്നാ പ്ലാന് കണ്ട. ഇതൊന്നും രക്ഷപ്പെടാനുള്ള യാതൊരു മാർഗവുമല്ല. സ്തോത്രം. നമ്മളെല്ലാം ഈ ബലഹീനത ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ദൈവം തമ്പുരാൻ നമ്മുടെ ബലഹീനതകളെ ഓർക്കുന്നില്ല. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് അനുദപിച്ച് ദൈവസന്ധി ക്രമപ്പെട്ട് കഴിയുമ്പോൾ അനുദപിക്കുന്നവനോടുകൂടെ ദൈവം അവൻ കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാം ചിന്തിക്കുന്നത് ഞാൻ എപ്പോഴും പറയും, ഒരു മനുഷ്യന്റെ നല്ല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. നല്ല കാര്യം ചെയ്യും. എനിക്കറിയാം, ഒരാള് യോഗത്തിന് വന്നാലും കൊള്ളാം, എവിടെയെങ്കിലും വീട്ടിൽ പോയാലും കൊള്ളാം, ഒരു സദസ്സിൽ ചെന്നാലും കൊള്ളാം, ഒരു യോഗത്തിന് ചെന്നാലും കൊള്ളാം, അയാൾ കുരുക്ക് മാത്രമേ കണ്ടുപിടിക്കൂ. ഒരാളൊരു നല്ല കാര്യം ചെയ്താൽ അവരെ അഭിനന്ദിക്കണം. അയ്യോ നന്നായിരിക്കുന്നു കേട്ടോ. യോഗ്യമായൊരു വസ്ത്രത്തെ അയ്യോ ഇത് ഇണങ്ങുന്നുണ്ട്, നന്നായിരിക്കുന്നു. സ്തോത്രം. ഒരു പാട്ട് പാടി, ആ പാട്ട് നല്ലതായിരുന്നു. ആരെഴുതിയ പാട്ട് എനിക്കിവിടെ എന്ന് പറഞ്ഞ ഞാൻ എഴുതിയെടുക്കട്ടെ. അല്ല അടുത്തിരിക്കുന്ന അങ്ങോട്ടൊരു പാട്ടുമായിട്ട് വന്നിരിക്കുക. വായിക്കൊള്ളാത്തൊരു പാട്ട്. വേറെ എന്തെല്ലാം പാട്ട് സിയോൻ ഗീതാവലി കണ്ടു, അതൊന്നും പുള്ളിക്ക് പാടാൻ എന്നാ അങ്ങനല്ല. നല്ല പാട്ടാന്ന് എഴുതി തരാമോ? ഇല്ല, ഞാൻ എഴുതിയെടുക്കാം. സ്തോത്രം. അത് ഒരു കാര്യമല്ല, ഏത് കാര്യമാണ് അതിൽ അവരെ അഭിനന്ദിക്കണം. ഈ
ഈ കുശുമ്പുള്ളവർ പറഞ്ഞില്ല, അങ്ങനെ അഭിനന്ദിക്കരുത്. അവർ നിഗളിക്കും. കുശുമ്പുണ്ടായിട്ടാണ്, അത് കുശുമ്പുണ്ടാണ്, അല്ലാതെ ഗുണം പഴിക്കാൻ പറയുന്നതല്ല. കുശുമ്പങ്ങോട്ട് കയറി നിറഞ്ഞിട്ട് എൻ്റെ വല്യമ്മച്ചിയുടെ അമ്മയുണ്ട്, ഞങ്ങൾ കൊച്ചു വല്യമ്മ എന്നാണ് വിളിക്കുന്നത്, നീളക്കുറവായിരുന്നു. വല്യമ്മച്ചിയുടെ അമ്മയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, അമ്മച്ചി മരിക്കുമ്പോൾ 100 ചില്ലുവാനും വയസ്സുണ്ട്. നല്ല മിടുക്കിയാണ്. അപ്പം പുള്ളിക്കാരി പഴയ ആളല്ലേ, വിശേഷിച്ച് കുട്ടനാട്ടുകാരിയല്ലേ, ഇവിടുത്തെ ഭാഷയൊന്നുമല്ല. അപ്പം വല്യമ്മച്ചി പറയുന്ന ചില വിഷയം വരുമ്പോൾ ചിലരെ പറ്റി, പേരൊന്നും ഞാൻ പറഞ്ഞില്ല, വരുമ്പോൾ അതൊക്കെ കൊച്ചലയ്ക്ക് കുശും പിടിച്ചു കയറ്റിയൊക്കെയാണ്. കൊച്ചൊലക്ക, ഈ പഴയ വീടുകളിൽ വലിയൊലക്കയുണ്ട്, കൊച്ചൊലക്കയുണ്ട്. വലിയൊലക്ക വലിയ ഇതിന് പൂണുള്ള ഒലക്കയുണ്ട്, കൊച്ചൊലക്കയുണ്ട്. കൊച്ചൊലക്ക എന്താണെന്ന് വെച്ചാൽ ചെറിയ ഇതൊക്കെ ഇടിക്കാൻ. അതിന് വല്യമ്മച്ചയുടെ ഡയലോഗ്, അവക്ക് കൊച്ചൊലയ്ക്ക് കുശുമ്പ് ഇടിച്ചു കയറ്റി വെച്ചേക്കുക. ആരെ പറ്റിയാന്ന് എനിക്കറിയാൻ, പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അവര് പിന്നെ ഇത് കണ്ടാ പിന്നെ ഒരു ആലോചന വേണ്ട, എല്ലാരും പോയി. ഈ കുശുമ്പ് കൊണ്ടായി പറയുന്നത്. നല്ല മനസ്സോടെ പറഞ്ഞ നന്നായിരിക്കുന്നു കേട്ടോ, അപ്പൊ അവർക്ക് ഒരു സന്തോഷം വരികയല്ലേ, അങ്ങനൊന്നും നിഗളിക്കുകയല്ല. കർത്താവ് ചിലരെ അഭിനന്ദിച്ചല്ലോ. ബർയോനാശി മോനെ, ജഡരക്തങ്ങളല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എന്റെ അഭിനന്ദിക്കണം, അഭിനന്ദിക്കണം. അയ്യോ, ഇസ്രായേലിൽ പോലും ഇങ്ങനെ ഒരു വിശ്വാസം കണ്ടിട്ടില്ല, ഒരു അഭിനന്ദനമാണ്. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. ഒരിക്കൽ പറഞ്ഞ സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ അഭിനന്ദിക്കേണ്ടവരെ അഭിനന്ദിക്കണം. സ്തോത്രം. അന്നേരം കുശുമ്പ് കുത്തരുതരുന്നു. നല്ല ഈ കുശുമ്പ് അകത്ത് കയറിയ ഒത്തിരി അസ്വസ്ഥതയാണ്. ഒരു നല്ല വീട് വെച്ച ഉടനെ അങ്ങ് കുശുമ്പ. അവർക്ക് എന്തും ചെയ്യാം, അവർക്ക് വലിയ വീട് വെക്കാം, അവരുടെ പിള്ളേർക്ക് എന്തും ചെയ്യാം. വേറൊരാൾ ഒരു നല്ല വീട് വെക്കുവോ, ഉടനെ കുശുമ്പാ. എന്തിനാ അവൻ അത്ര വലിയ വീട് വെച്ചേക്കും? അവന്റെ പത്രാസ് കാണിക്കും. ഉണ്ടോ? ഇവരുടെ എത്രയാ? അവരുടെക്കാളും 1000 സ്ക്വയർ ഫീറ്റോടെ കൂടുതലാണ്. ഇത് ദൈവം തന്നതാ, പിന്നെ മറ്റാരാ പപ്പുള്ള കൊടുത്താന്ന്. കുശുമ്പായത് അത് പാടില്ല. നമുക്ക് നല്ല മനസ്സായിരിക്കണം. ഒരാളെ നന്മയിൽ നമ്മൾ സന്തോഷിക്കണം. ഒരാളൊരു നല്ല വീട്, അയ്യോ നന്നായിരിക്കുന്നവർ അത് വാടകയ്ക്ക് ഒത്തിരി താമസിച്ച് ചോർന്നിരിക്കുന്നിടത്ത് ദൈവം കൊടുത്തല്ലോ, സ്തോത്രം, ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരാളൊരു നല്ല വണ്ടി മേടിച്ചു, അയ്യോ നന്നായിരിക്കുന്നവർ ഒത്തിരി ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയും മഴ കൊള്ളുകയും ആ സൈക്കിളിന്റെ പുറകിൽ ഇരുന്നൊക്കെ പോവുകയും നന്നായിരിക്കുന്നു. സ്തോത്രം. നല്ല മനസ്സായിരിക്കണം. സ്തോത്രം. വിദേശത്ത് കുഞ്ഞ് പഠിക്കാൻ പോയി, ആട്ടെ പ്രാർത്ഥിക്കാൻ, ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല മനസ്സായിരിക്കും. അങ്ങനെയുള്ളവർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഈ കുഞ്ഞായ്മയായിട്ട് പോയാൽ അത് മുഴുവൻ അസ്വസ്ഥതയാണ്. ഈ അതിന്റെ കാരണം വേദപുസ്തകത്തിൽ വായിക്കുന്ന അസ്ഥിക്ക് ദ്രവത്വം ഉണ്ടാകുമെന്ന്. അസ്ഥിക്ക് അതാണ്. അപ്പൊ ഇനി അങ്ങനെയൊക്കെ ചിന്തിച്ചോ. നിങ്ങളിനി നിങ്ങൾക്ക് വിട്ടു തരിക. തേയ്മാനം ഉണ്ടെന്നൊക്കെ പറയാൻ ഓർത്തു വേണം. ചില പറയത്തില്ലേ, അമ്മാമയെ കണ്ടമാനം. ഞാൻ പിന്നെ എടുക്കാം, ഇപ്പൊ നമ്മുടെ വിഷയം അതല്ലല്ലോ. ദൈവത്തിന്റെ മകത നല്ല മനസ്സായിരിക്കണം. പൂർണ്ണകൃതയ സേവമേണം ദേവജാതന് പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണകോ. പൂർണ്ണകൃതയ സേവമേണം ദേവജാതന് പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണകോ. പാതി മനസ്സോടെ കിടുന്ന ദേവപൂജയെ പരൻ സ്വീകരിച്ചിടാ ഫലമാശിസായി വരാം. പാതി മനസ്സോടെ ഇടുന്ന ദേവപൂജയെ പരൻ സ്വീകരിച്ചിടാ ഫലമാശിസായി വരാ. പൂർണ്ണകൃതയ സേവ വേണം ദേവജാതന് പരിപൂർണനാകുവാൻ ഇത് വേണ്ടതാണകോ. പൂർണ്ണകൃതയ സേവ വേണം ദേവജാതന് പരിപൂർണനാകുവാൻ ഇത്. അപ്പൊ ശ്രദ്ധിക്കുക, മറ്റു മക്കളെയും കൊച്ചുമക്കളെയും കുടുംബക്കാരെയും എല്ലാം മാറ്റി നിർത്തിയ എന്റെ ഭാഷയാ കുടുംബത്തിൽ പറക്കാത്തെന്ന് പറയുന്ന എബ്രാഹിമിനെ ഏറ്റവും ഫ്രണ്ടിക്കൊണ്ടു. അപ്പോൾ ഇങ്ങനെ അനുഗ്രഹവും നന്മയും അഭിവൃദ്ധിയും ദൈവിക കരുതലും ഒക്കെ അനുഭവിച്ചവൻ ഇവരെക്കാളെല്ലാം ഉപരി ദൈവത്തോട് വിശ്വസ്തനായിരിക്കണം. നാൾ ഓർപ്പിച്ചല്ലോ, അധികം വാങ്ങിച്ചവൻ
അധികം കടംപെട്ടിരിക്കും. സ്തോത്രം. പക്ഷെ എബ്രഹീം തന്റെ തലമുറകളെ ചിട്ടയിലും ക്രമത്തിലും വളർത്തിയില്ല. പിള്ളേര് അവൻ വഴിവിട്ട് ജീവിച്ചു, മോഷ്ടാക്കളായി. അതാണല്ലോ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. പിള്ളേര് മോട്ടിച്ച് ഗത്തുകാരുടെ കന്നാലിയെ മോട്ടിക്കാൻ ചെന്നു. അവന്മാരാന്ന് നല്ല നെടുപ്പുള്ളമാരാ, പിള്ളേരെ പിടിച്ച് തല്ലിക്കൊന്നു. പിന്നെ കുത്തിയിരുന്ന് കരഞ്ഞു. ഇപ്പൊ കരഞ്ഞിട്ട് ഈ കരച്ചിൽ നേരത്തെ കരയണമായിരുന്നു. എങ്ങനുണ്ട്? ഇപ്പൊ കരഞ്ഞിട്ട് കാര്യമില്ല. ഇത് നേരത്തെ കരകേണ്ട സമയത്ത് കരഞ്ഞില്ല, ഇപ്പൊ കുത്തിയിരുന്ന് കരയുക. ഈ പിള്ളേരെ ചെറുപ്പത്തിൽ അതിന്റെ ശാസിച്ചും ശിക്ഷിച്ചും ലാളിച്ചും ഓമനിച്ചും ഉപദേശം കൊടുത്തും വളർത്തിയില്ലെങ്കിൽ പിന്നീടിരുന്ന് അതാ അനേക കുടുംബങ്ങളിൽ അതാ സംഭവിക്കുന്നത്. സ്തോത്രം. അനേക കുടുംബങ്ങളിൽ നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ചേ, പിള്ളേരെ യോഗത്തിന് എത്തിക്കല്ലേ, കളിപ്പാട്ടം കൊടുത്ത് അപ്പുറത്തെ മുറിലോട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇപ്പൊ പിള്ളേർക്കെല്ലാം മൊബൈലും കൊടുത്ത് വിടുക. അത് അവസാനം വിനയായി തീരും. കൂടിരുത്തണം. പ്രാർത്ഥിക്കുമ്പോ കൂടെ ഇരുത്തണം. അറിയാൻ മേലെ പ്രാർത്ഥന. ഇത് കൊച്ചിനെ എടുത്തോണ്ട് വെളിയിലോട്ടങ്ങ് പോകും. അവസാനം പിന്നീടിരുന്ന് കരയേണ്ടി വരും. അല്ലെ ചില പറഞ്ഞ പാസ്റ്റർ ഇപ്പൊ അവനെ എന്നാന്നറിയാൻ മേലെ കൊച്ചിലെ ഒന്നും കുഴപ്പമില്ലായിരുന്നു, ഇപ്പം 18 വയസ്സായപ്പോഴാണ് കൊച്ചിനെ നിന്റെ കൈ കിട്ടിയത്. ആണോ? ഉദരത്തിൽ നിന്റെ വയറ്റിലല്ലേ കിടന്നേ? അതോ അപ്പുറത്തെ ചിന്നമ്മയുടെ വയറ്റിലായിരുന്നോ? ചിന്നമ്മ കടന്നൊന്നും അല്ലല്ലോ. എന്നാ അങ്ങമ്മ ഞാൻ ഇത്ര നാളും വയറ്റിലിട്ട് നീ കൊണ്ടുപോകും. അല്ല, ന്യായമായ കാര്യമല്ലേ ഈ പറയുന്നത്? ഞാൻ എപ്പോഴും പറയും, ഒരു കുഞ്ഞ് ഉദരത്തിൽ ഉരുവാകുമ്പോൾ അമ്മ വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും കൂട്ടായ്മയ്ക്ക് വരികയും ആരാധിക്കുകയും സൽക്കാര്യങ്ങൾ സൽചിന്തകൾ ഉണ്ടാകുകയും നല്ല കാര്യങ്ങൾ. കാരണം ഇതെല്ലാം കൊച്ചകത്ത് കിടന്ന് ഇത് കൊച്ചു വയറ്റിലുണ്ടായപ്പോഴേ അമ്മായിമ്മയ്ക്കിട്ട് പാര വെക്കുക. കൊച്ചു ഇതിനകത്ത് കിടന്ന് ഈ കൊച്ചു വെളിയിലോട്ട് വന്നാലോ കൊച്ചു പിച്ചാത്തി അമ്മയുടെ വല്യമ്മയുടെ പള്ളയിലോട്ട് കയറ്റും. കാരണം കൊച്ചു 9 മാസം ഇതാ കേട്ടും കണ്ടും. കൊച്ചു ഉദരത്തിൽ ഉരുവായിട്ട് യോഗത്തിന് വന്നിട്ടില്ല. ആ കൊച്ചിനെ നിങ്ങൾക്ക് നിർത്താവോ യോഗത്തിന്? അത് കിടന്ന് കീറും. കണ്ടിട്ടില്ലേ? ചിലക്ക് പിള്ളേരെ പേടിയാന്നല്ലോ. കൊച്ചു കരഞ്ഞോണ്ട് വെപ്രാളമാ, പെടാലതല്ലേ ആ കൊച്ചിനെ കണ്ടോണ്ട്. അടിക്കേണ്ട സമയത്ത് അടിക്കണം, ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണം, ശിക്ഷിക്കേണ്ട സമയത്ത്. ഇല്ലെങ്കിൽ പിന്നീട് ഇതിനിങ്ങനെ കരയേണ്ടി വരും. പിന്നീട് ഇരുന്നിങ്ങനെ ചവിട്ടി വെക്കേണ്ടത് ചവിട്ടി വെക്കണം. പിന്നെ കൊണ്ട് തലയ്ക്ക് വെച്ചിട്ട് നമ്മൾ അന്നേരത്തെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയാ കൊച്ചുങ്ങളെ. ചില സ്ഥലങ്ങളിലൊക്കെ കൊച്ചുങ്ങൾക്ക് പ്രത്യേക യോഗം, പ്രത്യേക സഭ, അതൊന്നും ശരിയായി വരികയല്ല. കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ ഇരിക്കണം, നമ്മൾ പറയുന്ന കൊച്ചുങ്ങൾ കേൾക്കണം. അപ്പൊ അവർക്ക് മനസ്സിലാകില്ല ഇവരെന്നതായി പറയുന്നെന്ന്. വേണ്ടേ? ഇപ്പൊ എല്ലാം സെപ്പറേറ്റ് എല്ലാം സെപ്പറേറ്റാ. അതുകൊണ്ട് കൊച്ചുങ്ങൾ ഇങ്ങനെ പ്രായമായി കഴിയുമ്പം നിങ്ങൾ സെപ്പറേറ്റ്. അപ്പനെ അമ്മ അന്വേഷിക്കത്ത് പോലില്ല. വേറെ രാജ്യത്ത് അന്ന് നേഴ്സിംഗ് ഹോമിൽ കൊണ്ടിട്ടേക്ക് സെപ്പറേറ്റാ. ഇവന്റെ ഗതി ഇതൊക്കെ തന്നെ. കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്നത് എന്നതാ, നമ്മൾ ചെയ്യുന്നത് എന്നതാ, നമ്മളെന്തോ അതൊക്കെ കൊച്ചുങ്ങൾ കണ്ടു വളരണം. സ്തോത്രം. അപ്പൊ നമ്മൾ അങ്ങനെയുള്ളതേ പറയാവുള്ളൂ, നമ്മൾ അങ്ങനെയുള്ളതേ ചെയ്യാവൂ. അപ്പൊ ഞാൻ പറയുന്ന കുഞ്ഞുങ്ങൾ കൂടെ നിൽക്കണം എന്നല്ലേ നമ്മളും കുറച്ച് ക്രമീകരിക്കും. ചില പറഞ്ഞില്ലേ കൊച്ചിരിക്കുന്നില്ലെങ്കിൽ ഞാൻ ദൈവം ഇരിക്കുന്ന അല്ലല്ലോ. സങ്കീർത്തനക്കാരൻ പറഞ്ഞ യഹോവ എന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഇതങ്ങല്ല പാസ്റ്റർ, കൊച്ചിരിക്കുന്നില്ല ഞാൻ. ഉണ്ടോ? കൊച്ചനിരിക്കുന്നതുകൊണ്ട് ഞാനിപ്പോ ഒന്ന് കൊച്ചനെങ്കിലും നിനക്ക് പേടിയുണ്ടല്ലോ, കൊച്ചു കൂടെ ഇരിക്കണം. നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ കേട്ടില്ല? നിങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനെന്തോ മാണ്ടനാ, നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന്. പിള്ളേരുള്ളത് കൊണ്ട് ഞാനിപ്പോ ഒന്നും നല്ലതാ, പിള്ളേർ വേണം.
കൊച്ചു കേൾക്കുന്നോണ്ട് ഞാനിപ്പോ ഒന്നും അങ്ങനെയും ഭയമാവല്ലോ. ദൈവത്തെയോ പേടിയില്ല, കൊച്ചിനെയും. അവര് നേരെ ദൈവസന്നിധി കരഞ്ഞ് പ്രാർത്ഥിച്ച് ആ നിലയിൽ വളർത്തിയിരുന്നെങ്കിൽ ഇപ്പൊ ഇരുന്ന് പട്ടി മോങ്ങും പോലെ മോങ്ങപ്പോ സാൻകുട്ടിക്ക് അപ്പോ ഓ ഇരുന്നങ്ങ് മോങ്ങുക. ചെറുപ്പത്തിലേ ഈ രീതിയിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ സ്തോത്രം. ഈ നീതിസാരത്തിലാണല്ലോ പ്രയോഗം, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം. ഞങ്ങളുടെ അമ്മ പറയടാ, കോഴിക്കും കുഴവിക്കും ഇടുന്നത് ആ ശീലം. കോഴിക്കും കുഴവിക്കും ഇടുന്നത് അത് ആ രീതിയിൽ കൊണ്ടുവരണം. പിന്നെ ചില സ്ഥലങ്ങളിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മൾ അത്ര ശിക്ഷണത്തിൽ വളർത്തി കൊണ്ടുവന്നാലും ചില പിള്ളേര് വഴിതെറ്റി പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പവറണ്ട. നീ തുടർമാനം പ്രാർത്ഥന ഇരുന്നാ മതി, ദൈവത്തിന്റെ ടൈമിൽ ഇതിനകത്ത് കയറ്റും. സ്തോത്രം. പക്ഷെ നമ്മൾ മാതൃകയായിരിക്കണം. സ്തോത്രം. ഈ പിള്ളേര് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും വെച്ചേക്കരുത്. സ്തോത്രം. പപ്പ ഇന്നാളിരുന്ന് അവരുടെ കുറ്റം പറയുന്നത് ഞാൻ എൻ്റെ ചെവിക്ക് അത് പറയിപ്പിക്കരുത്. മമ്മി ഇന്നാളിരുന്ന് അവരുടെ കുറ്റമെല്ലാം പറഞ്ഞത് ഞാൻ എൻ്റെ 2 ചെവി കൊണ്ടും കൊച്ചുങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. കാരണം ഇതെല്ലാം പറഞ്ഞേച്ച് സഭയെ വന്ന് മേപ്പോട്ടും കീപ്പോട്ടും ചാടുകയും ഗ്ലോറി, വിക്ടറി, കാൽവറി വാക്യവും വായിച്ചു, ആത്മാവിൽ വായി. കൊച്ചുങ്ങളെ പറയാ ഇത് ശരിയല്ല കേട്ടോ, ഇത് ശരിയല്ല. വീട്ടിലൊന്ന് സഭ കൊച്ചുങ്ങൾക്ക് വിശ്വാസം വരികയല്ല. അവര് പറയുന്നത് മുഴുവൻ അവർ അന്യഭാഷയും വിശ്വസിക്കുകയല്ല. അവര് പറയും വീട്ടിൽ ഈ കുരുക്കൽ ഒപ്പിച്ചു കോള് വന്നിരുന്ന്. അപ്പൊ പിള്ളേര് പറയും ഇതൊക്കെ തട്ടിപ്പാ. നിനക്ക് അങ്ങനെ. ഫോർ എക്സാമ്പിൾ, എന്റെ മമ്മി, നിന്റെ പിള്ളേര് പറയണം ദൈവം ഉണ്ടെന്ന്, നിന്റെ മക്കള് പറയണം ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ പിള്ളേര് പറയണം മറുഭാഷ കൊണ്ട് നിന്നിട്ടില്ല, നിന്റെ പിള്ളേര് പറയണം പ്രമാണത്തിലാ ഞങ്ങൾ നിൽക്കുന്നെന്ന്. ഇത് പിള്ളേർക്ക് ഇപ്പൊ സംശയമാണ്. ഞങ്ങളുടെ അച്ചായൻ വീട്ടിൽ വന്നാലിതാ, പക്ഷെ സമയം ചെല്ലുമ്പോൾ നല്ല അച്ചായനെ സന്തോഷിപ്പിച്ച വാക്യവും കരമുയർത്തിയുള്ള പ്രാർത്ഥനയും. അവസാനം ഇവൻ പറയും ദൈവമേ ഇല്ലെന്ന് പറയും. ചുമ്മാ അത് പറയിപ്പിക്കരുത്. നമ്മളെ കണ്ടു വേണം പിള്ളേർ. പാസ്റ്റർമാരങ്ങനല്ല, മുഴുവൻ കാര്യം അമ്മാമയോട്. അമ്മാമ ചിലപ്പോ ചില വീട്ടിൽ അമ്മാമേനെ മനുഷ്യരെ ആരെയും കുറ്റം പറയല്ല. അമ്മാമയത് അമ്മാമയ്ക്ക് ഏറ്റവും അടുത്ത അമ്മാമയോട് അമ്മാമേ അച്ഛൻ എന്നെ വിശ്വസിച്ചാ പറഞ്ഞ അമ്മാമ ഞാൻ വിശ്വസിക്കുന്നുണ്ടായത് അമ്മാമ ആരോട് ഇത് ഒന്ന് അമ്മാമ എൻ്റെ LC എൻ്റെ കഴുത്ത് കണ്ടിച്ചാ ഞാൻ ആരോടും സൂസിയോട്. സൂസി നമ്മുടെ അമ്മാമ പറഞ്ഞതാ, ഞാൻ പറഞ്ഞതാ എൻ്റെ കഴുത്ത് കണ്ടിച്ചാ. പിന്നെ ഞാൻ സൂസിയോടുള്ള അടുപ്പം അനുസരിച്ച ഈ കാര്യം സൂസിയോടനെ ഗ്രേസിയോട്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കണ്ടത്തിൽ കൊണ്ട് ഇത് കൊടുക്കണ്ടതാ. വർഗീസ് മാപ്പിളയുടെ അവിടെ അല്ലേ മനോരമ, അതാ. മനസ്സിലായോ? മിക്ക സഭയിലും പ്രശ്നം ഉണ്ടാകുന്നതിന് ചോദിച്ചു വരുമ്പോ ഇതാരാ പറഞ്ഞേ? പാസ്റ്ററുടെ അമ്മാമ്മ പറഞ്ഞതാ. ഉടഞ്ഞേ വെറുതെ എന്തിനാ മെനക്കേട് ഒപ്പിക്കുന്നേ? സ്തോത്രം. എന്നാ പറയേണ്ട കാര്യം പറയണം. സ്തോത്രം. പറയേണ്ട കാര്യങ്ങളുണ്ടത്, കുടുംബകാര്യങ്ങൾ, അത് പറയണം. അത് സഭയെ പറയുകയും വേണ്ട. സ്തോത്രം. വളരെ ശ്രദ്ധിക്കണം. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയ ഈ പറയുന്നത്. ദൈവത്തിന് മഹത്വം. എന്നെയും കൂടെ പ്രതിയാക്കിയ നാം ചെയ്യേണ്ട കാര്യങ്ങൾ നാം കൃത്യമായി ചെയ്യണം. അതെ, വിഷയത്തിൽ വരാം. 10 ഇരട്ടി അനുഗ്രഹം പ്രാപിച്ചവൻ ദൈവത്തോടതുപോലെ വിശ്വസ്തയോടെ നിൽക്കണ്ടേ? കുഞ്ഞുങ്ങളെ ശിക്ഷണത്തിൽ വളർത്തിയില്ല, കുഞ്ഞുങ്ങളെ കയറൂരി വിട്ടു ബോധിച്ചതുപോലെ. ഈ പിള്ളേർക്ക് ഡ്രസ് എടുക്കുമ്പോൾ പിള്ളേരുടെ ചിത്താന്തത്തിനെടുത്ത് കൊടുക്കരുത്. വിശേഷിച്ച് പെൺപിള്ളേരുള്ളവര്,
എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആമ്പിള്ളാർക്കാ മര്യാദ എന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ച് കൈക്കാ ഫുൾ കയ്യാ, ഷർട്ട് മുഴുവൻ മൂടി നിൽക്കുക. പക്ഷെ പെൺപിള്ളേരുടെയോ? അല്ല, നിങ്ങൾ നിഷ്പക്ഷമായിട്ട് പറഞ്ഞാൽ മതി, കുറ്റമൊന്നും പറയല്ല. അതുപോലെ ദൈവദാസന്മാരും ദൈവ സഹോദരന്മാരൊക്കെ വന്ന പാന്റ് നല്ലതാ, ചില ഫുൾ കൈ ഷർട്ട്, ഇവിടെ ചില ടൈ കെട്ടുന്നതിന് ഞാനെതിരല്ല. അത് അവസരമുണ്ടെങ്കിൽ, അതിന് സമയമുണ്ട്, അതിന് കെട്ടിക്കാൻ ഞാനെതിരല്ല. എന്നാൽ യോഗ്യമല്ലേ? ഇനി ഞാൻ ഓപ്പണായിട്ട് പറയാം, ഒരു പുരുഷൻ ഷർട്ട് ഇടാതെ മുറ്റത്ത് നിന്നോ അല്ലെ സിറ്റൗട്ടിലോ കാർ പൊറിച്ചിരുന്ന ഒരപാകതയും, അങ്ങനെ വലിയ അപാകത, അത് അങ്ങനെ ഇടാതിരിക്കുന്ന നല്ലത്, ഒരു വസ്ത്രം ധരിക്കുന്ന നല്ലത്. ഇനി അഥവാ അതേസമയം സ്ത്രീ അങ്ങനെ ഇരുന്നാലോ? പാടില്ല, അപാകതയാണ്. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന ഒരു പുരുഷനാൻ യോഗത്തിന് വരും, എന്ത് യോഗ്യമായിട്ടാ വരുന്നേ? ഫുൾ കൈയിട്ട് പാന്റ് ഇട്ട്, അല്ലെ ഇൻ ചെയ്ത്, അല്ലെ ഷർട്ട് പാന്റ്, അല്ലെ മുണ്ട് ജിബ്ബ. നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചേ. നിങ്ങൾക്ക് പെൺകുഞ്ഞുങ്ങളുള്ളവർ വീട്ടിൽ നിന്ന് വരുമ്പോൾ തലയിലിടാൻ ഒരു തുണി കൊച്ചിലെ പഠിപ്പിക്കണം, അല്ലാതെ 10 കയറിയിട്ട് തുണി ഇടാൻ പഠിപ്പിക്കരുത്. അവളെ 9-ലായാലും 10-ലോട്ട് കയറുമ്പോൾ അത് ശീലിപ്പിച്ചു കൊണ്ടുവരണം. വസ്ത്രം എടുക്കുമ്പോൾ പറയണം, മോളെ നമ്മൾ പെന്തിക്കോസുകാരാ, നമുക്കിത് പാടില്ല. കെസിയായിക്കിതാണ്, പിന്നെ ബ്ലസ്സിക്കിതാണ്, ഹന്നായിക്കിതാ, അതൊക്കെ ഇതാ, പക്ഷെ നമുക്കിതാ. ഗത്തുകാരുടെ കന്നാലിയെ മോട്ടിക്കാൻ ചെന്ന് അവർ പിടിച്ചടിച്ചു കൊന്നു. ഇപ്പൊ ഇരുന്ന് കരയ്യ. പിന്നെ ദൈവത്തിന് ഈ ഗോത്രത്തോട് കരുണയുള്ളത് കൊണ്ട് കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ ഒരു ചെറുക്കനെ കൊടുത്ത് തലമുറ വന്നു, ബെരിയാവ്. ആ ബെരിയാവിന് ഒരു ചെറുക്കനുണ്ടായി, എല്ലാം മോഷ്ടാക്കളായി അടിച്ചു കൊന്നു. ഇപ്പോൾ ഇരുന്ന് കരഞ്ഞു. ആ കരച്ചില് ദൈവം കേട്ട് പിന്നത്തേത് തലമുറയെ കൊടുത്തു. അങ്ങനെ ബെരിയാവ് ഉണ്ടായി. അതിൽ നിന്ന് യഹോശുവ, നൂന്റെ മകൻ യോശുവ. ഗോത്രത്തോട് ഒരു നീതി ഉള്ളത് കൊണ്ടാണ്. പക്ഷെ ഇതിനിടയ്ക്ക് ഒത്തിരി മനോവേദന ഉണ്ടായി. കുഞ്ഞുങ്ങൾ മരിച്ചു, കുടുംബത്തിൽ അനർത്ഥമായി, പ്രശ്നമായി. ഇരുന്ന് കരഞ്ഞ് 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 ഒരു ചെറുക്കനെ കിട്ടി. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ 10 ഇരട്ടി അനുഗ്രഹം പ്രാപിച്ചവൻ മറ്റുള്ളവരെക്കാൾ ഉപരി ദൈവത്തോട് വിശ്വസ്തയോടെ നിൽക്കണം. പക്ഷെ നിന്നില്ല. എബ്രാഹിമിന്റെ പാപമാണല്ലോ നമ്മൾ ഹോശിയ 4:17 കഴിഞ്ഞ ആഴ്ച വായിച്ചു. വിഗ്രഹ സേവ, പരസംഗം, മദ്യപാനം, കർക്കശമായ 3 പാപം. 3 പാപം മാത്രമാണോ? ഈ ഗോത്രത്തിൽപ്പെട്ടവർ മിക്കവരും ശരിയായ റൂട്ടിലല്ല, എല്ലാം വളഞ്ഞ വഴി കൂടാ. സാത്താന്റെ ഇംഗിതമനുസരിച്ച്, സാത്താന്റെ ഇഷ്ടത്തിന്, സാത്താന്റെ അതെ ഹിതപ്രകാരം പോകുക, വളഞ്ഞ വഴി കൂടെ. 10 ഇരട്ടി അനുഗ്രഹം പോകുന്ന വഴി ശരിയായ വഴിയല്ല, മുഴുവൻ വളഞ്ഞ വഴിയാണ്. ഷോർട്ട് കട്ട് അടിച്ച് സ്വർഗത്തിൽ പോകാനിരിക്കുക. ഇവിടെ കൊണ്ട് പൈസ ഇട്ടാൽ മതി, നമുക്ക് നേരെ വളഞ്ഞ വഴിയാണ്. അന്നേരം പറഞ്ഞു, ഇവിടെ പുള്ളി മേളിൽ ഇരിപ്പുണ്ട്, അവിടെയും കൂടെ ഇട്ടാ വളഞ്ഞ വഴി. അന്നേരം പറഞ്ഞ മുങ്ങിക്കുളിച്ചൊന്ന് ഉരുണ്ടാ മതി, നേരെ മേലോട്ട് വളഞ്ഞ വഴി. അന്നേരം ഒരാൾ പറഞ്ഞു, മുട്ടയിലടഞ്ഞാ മതി, ഒന്നാമത് വാദവാ, വളഞ്ഞ വഴി. അന്നേരം ചെല്ലു പറഞ്ഞു, ഇന്ന സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ചാ മതി, വളഞ്ഞ വഴി. നീ ഒരു വളഞ്ഞ വഴി കൂടെ പോകണ്ട, സാക്ഷാൽ വഴി യേശു ക്രിസ്തുവാ. അവിടുന്ന് പറഞ്ഞല്ലോ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ആരും വളഞ്ഞ വഴി കൂടെ പോകരുത്. എന്നെ കേൾക്കുന്ന ആരും ഒരു വളഞ്ഞ വഴി കൂടെ പോകരുത്. സാക്ഷാൽ വഴി യേശു ക്രിസ്തു. ഒരേ ഒരു വഴി യേശു ക്രിസ്തു, ഒരേ ഒരു വാതിൽ യേശു ക്രിസ്തു, ഒറ്റ വഴി ക്രിസ്തുവേശു മാത്രം. ആകാശത്തിന് കീഴിൽ, മനുഷ്യരുടെ ഇടയിൽ, ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ഒറ്റ വഴി, അത് യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി യേശു ക്രിസ്തു മാത്രം. ഒരു വളഞ്ഞ വഴിയും കൂടെ ഇപ്പൊ പോകുന്നത്. എബ്രായീമിൽ നിന്ന് അമാലേക്കിൽ 10 ഇരട്ടി അനുഗ്രഹം പ്രാപിച്ചവന്റെ വേരിപ്പോ എവിടാ? അമാലേക്ക് ജഡത്തെ കാണിക്കുന്നതാണ്. ഇപ്പം വേര് മുഴുവൻ ജഡത്തിലാണ്. ആത്മീയമായ ഒരു കാര്യം പറയുന്നുമില്ല, പ്രവർത്തിക്കുന്നുമില്ല. മുഴുവൻ ജഡത്തിന് വേണ്ടിയുള്ളതാണ്. മുഴുവൻ
നമുക്കൊരു പോകാന്ന് പറയല, നമുക്ക് പോകാം. നമുക്കൊരു യോഗത്തിന് പോകാന്നല്ല, നമുക്ക് ജഡത്തില. പ്രായമായില്ല, ചൂടെ കറുപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വേറെ എവിടെ ഇറങ്ങി. നിങ്ങളുടെ വീടിനടുത്ത് ഈ ബ്യൂട്ടി പാർലർ ഇല്ലയോ? ചുമ്മാ ഇരിക്കുമ്പോ അങ്ങോട്ട് പോയി വേറെ എവിടാ? സ്തോത്രം. എബ്രഹീമിന്റെ പേര് മേഘമന കൂടാരത്തിന് പലക പണിയണം. 10 മുഴം ഉയരവും 1.5 മുഴം വീതി. ഉയരം 10 മുഴം, വീതി. അത് കതിരമരത്തിന്റെയാ, കതിരമരം. അതിനെപ്പറ്റി പഠിച്ചിട്ടുള്ളവർ പറഞ്ഞത് ആരും നാരും ഉള്ള ഈ തടിയാണ്. ആരും നാരും എത്ര ചിന്തയിട്ടാലും ശരിയാകുകയില്ല. അങ്ങോട്ട് ചിന്തയിടുമ്പം ഒതുങ്ങും, ഇത് പൊക്കുമ്പം. ആ യോഗത്തിന് ഇരിക്കുന്ന 3 മണിക്കൂർ രാവിലെ 10 മുതൽ 1:30 വരെ പ്ലേറ്റ് എടുക്കുമ്പോഴേ അടി തുടങ്ങും. എത്ര ചിന്തയിട്ടാലും ഒതുങ്ങ. പിന്നെ തമ്പുരാൻ വേണ്ടി ഒരു കാര്യം ചെയ്ത് അഹരോനോടൊക്കെ പ്രമാണം കൊടുത്തു, ചിന്തയിട്ടാ ഇത് 21 ഇരുന്നാലൊന്ന് ഇത് 21 കഴിഞ്ഞാൽ കഞ്ഞൂടി കഴിയുമ്പോ പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് കുരുക്കൊപ്പിക്കും. സ്തോത്രം. 7 ഇരുന്നാലും ആരുന്നാരുമല്ലേ. അവിടെ തമ്പുരാൻ ഒറ്റ പ്രയോഗം പറഞ്ഞ് ഒതുങ്ങാൻ ഒറ്റ മാർഗമുള്ളൂ, പൊതിഞ്ഞേക്കാൻ. പൊന്ന് പൊതിഞ്ഞേക്കാൻ.